ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബനാന ലീഫ് ചിക്കനാണ്. നല്ലൊരു വെറൈറ്റി ആൻഡ് ടേസ്റ്റി ആയ ഒരു ചിക്കനാണിത്. വാഴയിലയിലാണ് ഇത് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ്. ഇത് കഴിക്കുമ്പോൾ നമുക്കൊരു കബാബൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീൽ കിട്ടും. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത്തവണ ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഇത്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. ആദ്യം തന്നെ വറ്റൽമുളക് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുട്ട, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ബോൺലെസ് ചിക്കൻ. ഏകദേശം ഒരു 1.5 കപ്പ് ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി നന്നായി ചതച്ചെടുത്തത്. ഇതൊക്കെ ചേർത്തിട്ടാണ് ഇപ്പോൾ ബനാന ലീഫ് ചിക്കൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഓരോ മസാല പൊടിയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് വേണം അരിയാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എത്ര ചിക്കൻ എടുക്കുന്നോ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ വറ്റൽമുളക്, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്. ഇനി നമുക്ക് നന്നായി ചിക്കനും മസാലയും കൂടെ നന്നായി മിക്സാക്കി എടുക്കാം. ഇനി ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നിങ്ങളിത് തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തൈരോ ലെമണോ ഒന്നും തന്നെ ചേർത്തിട്ട് തയ്യാറാക്കണമെന്നില്ല. കാരണം ഈ ഒരു മസാല തന്നെ വളരെ ടേസ്റ്റിയാണ്. കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. നല്ലൊരു ടേസ്റ്റി ആയൊരു ബനാന ലീഫ് ചിക്കനാണിത്. ഇനി നമുക്കിത് 20 മിനിറ്റ് മാറ്റി വെക്കാം. ഇതിപ്പോൾ 20 മിനിറ്റ് മാറ്റി വെച്ച ചിക്കനാണ്. ഫ്രിഡ്ജിലാണ് വെക്കുന്നതിന് കുറച്ചുകൂടെ നല്ലത്. അതിന് നമുക്ക് കുറച്ച് വാഴയില ചൂടാക്കി വഴറ്റിയെടുക്കാം. ഓരോ വാഴയിലയും ഇതുപോലെ ചുരുട്ടി ഒരു കോൺ ഷേപ്പിൽ എടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഓരോ സ്പൂൺ വീതം ചിക്കൻ നിറച്ചു കൊടുക്കാം. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഇങ്ങനെ മൂടിക്കൊടുക്കാം. ഇനി നമുക്ക് ഈർക്കിളിയോ ടൂത്ത് പിക്കോ ഉപയോഗിച്ച് ഈ ഭാഗത്തായി കുത്തിക്കൊടുക്കാം. ഇത് തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഞാനിവിടെ പച്ച ഈർക്കിളിയും പിന്നെ ടൂത്ത് പിക്കും ഉപയോഗിക്കുന്നുണ്ട്. അത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ടൂത്ത് പിക്കാണ് കുറച്ചുകൂടെ നന്നായി നമുക്ക് കുത്തിവെക്കാൻ പറ്റുന്നത്. കാരണം പച്ച ഈർക്കിളി കൊണ്ട് കുത്തുമ്പോൾ വാഴയില കീറിപ്പോകുന്നുണ്ട്. ഇനി ഇത് രണ്ടും തന്നെ ഇല്ലെങ്കിലും നമുക്ക് ഓലയുടെയോ വാഴയുടെയോ നാരുപയോഗിച്ച് നമുക്ക് നന്നായി കെട്ടിക്കൊടുത്താലും മതിയാകും. ഇതിനുള്ളിലെ ഫില്ലിങ് പുറത്തേക്ക് വരരുത്. പിന്നെ അധികം ഓയിൽ ഇതിനകത്തേക്ക് കയറരുത്. ഈ ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് നാം ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ കൂടി തയ്യാറാക്കിയെടുക്കാം. ഇതായിപ്പോൾ ഇവിടെ മൊത്തമായിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ. കാരണം ചിക്കൻ ആയതുകൊണ്ട് ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടേണ്ടതല്ലേ. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ.
ഞാനിപ്പോൾ ഓയിൽ ചൂടായി അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് എല്ലാ ബനാന ലീഫ് ചിക്കനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബനാന ലീഫ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, വെറൈറ്റിയാണ്. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മീനൊക്കെ നിങ്ങൾ വാഴയിലൊക്കെ പൊള്ളിക്കാറില്ലേ, അതുപോലെ ഇതിന് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ വാഴയിലയിൽ പൊള്ളിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു മസാലയിൽ തന്നെ തയ്യാറാക്കി നോക്കണം നിങ്ങൾ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. ശരിക്കും ആ ഒരു വാഴയിലയുടെ ടേസ്റ്റൊക്കെ ഇതിന് വരുന്നതായിരിക്കും. ഒട്ടും തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഓയിലൊന്നും കയറത്തില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.